നമസ്കാരം. സ്പാർക്ക് ലേണിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാജകുമാരന്മാർ. കവികളിലെ രാജകുമാരൻ കാളിദാസൻ. കവികളിലെ രാജകുമാരൻ എന്നറിയപ്പെടുന്നത് കാളിദാസനാണ്. ദേശസ്നേഹികളിലെ രാജകുമാരൻ നേതാജി. ദേശസ്നേഹികളിലെ രാജകുമാരൻ എന്നറിയപ്പെടുന്നത് നേതാജിയാണ്. സഞ്ചാരികളിലെ രാജകുമാരൻ ഹുയാൻസാങ്. സഞ്ചാരികളിലെ രാജകുമാരൻ എന്നറിയപ്പെടുന്നത് ഹുയാൻസാങ് ആണ്. രക്തസാക്ഷികളിലെ രാജകുമാരൻ ഭഗത് സിംഗ്. രക്തസാക്ഷികളിലെ രാജകുമാരൻ എന്നറിയപ്പെടുന്നത് ഭഗത് സിംഗ് ആണ്. യാചകരിലെ രാജകുമാരൻ മദൻ മോഹൻ മാളവ്യ. യാചകരിലെ രാജകുമാരൻ എന്നറിയപ്പെടുന്നത് മദൻ മോഹൻ മാളവ്യയാണ്. നാണയ നിർമ്മിതികളിലെ രാജകുമാരൻ മുഹമ്മദ് ബിൻ തുഗ്ലക്. നാണയ നിർമ്മിതികളിലെ രാജകുമാരൻ എന്നറിയപ്പെടുന്നത് മുഹമ്മദ് ബിൻ തുഗ്ലക് ആണ്. നിർമ്മിതികളിലെ രാജകുമാരൻ ഷാജഹാൻ. നിർമ്മിതികളിലെ രാജകുമാരൻ എന്നറിയപ്പെടുന്നത് ഷാജഹാനാണ്. ഒന്നുകൂടെ നോക്കാം. കവികളിലെ രാജകുമാരൻ കാളിദാസൻ. ദേശസ്നേഹികളിലെ രാജകുമാരൻ നേതാജി. സഞ്ചാരികളിലെ രാജകുമാരൻ ഹുയാൻസാങ്. രക്തസാക്ഷികളിലെ രാജകുമാരൻ ഭഗത് സിംഗ്. യാചകരിലെ രാജകുമാരൻ മദൻ മോഹൻ മാളവ്യ. നാണയ നിർമ്മിതികളിലെ രാജകുമാരൻ മുഹമ്മദ് ബിൻ തുഗ്ലക്. നിർമ്മിതികളിലെ രാജകുമാരൻ ഷാജഹാൻ. ദ്വീപുകൾ. മരതക ദ്വീപ് എന്നറിയപ്പെടുന്നത് അയർലൻഡ്. മരതക ദ്വീപ് എന്നറിയപ്പെടുന്നത് അയർലൻഡാണ്. സൗഹൃദ ദ്വീപ് എന്നറിയപ്പെടുന്നത് ടോങ്ക. സൗഹൃദ ദ്വീപ് എന്നറിയപ്പെടുന്നത് ടോങ്കയാണ്. വസന്ത ദ്വീപ് എന്നറിയപ്പെടുന്നത് ജമൈക്കയാണ്. വസന്ത ദ്വീപ് എന്നറിയപ്പെടുന്നത് ജമൈക്ക. ഗ്രാമ്പൂ ദ്വീപ് എന്നറിയപ്പെടുന്നത് മഡഗാസ്കർ. ഗ്രാമ്പൂ ദ്വീപ് എന്നറിയപ്പെടുന്നത് മഡഗാസ്കർ ആണ്. ഏകാന്ത ദ്വീപ് എന്നറിയപ്പെടുന്നത് ട്രിസ്റ്റൻ. ട്രിസ്റ്റൻ ആണ് ഏകാന്ത ദ്വീപ് എന്നറിയപ്പെടുന്നത്. നാവികരുടെ ദ്വീപ് എന്നറിയപ്പെടുന്നത് സമോവ. സമോവയാണ് നാവികരുടെ ദ്വീപ് എന്ന് അറിയപ്പെടുന്നത്. സുഗന്ധ വ്യഞ്ജനങ്ങളുടെ ദ്വീപ് എന്നറിയപ്പെടുന്നത് ഗ്രാനേഡ. സുഗന്ധ വ്യഞ്ജനങ്ങളുടെ ദ്വീപ് എന്നറിയപ്പെടുന്നത് ഗ്രാനേഡയാണ്. മഴവിൽ ദ്വീപ് എന്നറിയപ്പെടുന്നത് ഹവായ്. മഴവിൽ ദ്വീപ് എന്നറിയപ്പെടുന്നത് ഹവായി ആണ്. ഒന്നുകൂടെ നോക്കാം. മരതക ദ്വീപ് അയർലൻഡ്. സൗഹൃദ ദ്വീപ് ടോങ്ക. വസന്ത ദ്വീപ് ജമൈക്ക. ഗ്രാമ്പൂ ദ്വീപ് മഡഗാസ്കർ. ഏകാന്ത ദ്വീപ് ട്രിസ്റ്റൻ. നാവികരുടെ ദ്വീപ് സമോവ. സുഗന്ധ വ്യഞ്ജനങ്ങളുടെ ദ്വീപ് ഗ്രാനേഡ. മഴവിൽ ദ്വീപ് ഹവായ്. പ്രശസ്തമായ പ്രസംഗങ്ങൾ. ചിക്കാഗോ പ്രസംഗം സ്വാമി വിവേകാനന്ദൻ. ചിക്കാഗോ പ്രസംഗം നടത്തിയത് സ്വാമി വിവേകാനന്ദനാണ്. ഗെറ്റിസ്ബർഗ് പ്രസംഗം എബ്രഹാം ലിങ്കൻ. ഗെറ്റിസ്ബർഗ് പ്രസംഗം നടത്തിയത് എബ്രഹാം ലിങ്കൻ ആണ്. എനിക്ക് ഒരു സ്വപ്നമുണ്ട് മാർട്ടിൻ ലൂതർ കിങ്. മാർട്ടിൻ ലൂതർ കിങ് ആണ് എനിക്ക് ഒരു സ്വപ്നമുണ്ട് എന്ന പ്രസംഗം നടത്തിയത്. കാറ്റിലിൻ പ്രസംഗം സിസേറോ. സിസേറോയാണ് കാറ്റിലിൻ പ്രസംഗം നടത്തിയത്. നിണവും ഇരുമ്പും എന്ന പ്രസംഗം ബിസ്മാർക്ക്. നിണവും ഇരുമ്പും എന്ന പ്രസംഗം നടത്തിയതാരാണ്? ബിസ്മാർക്ക്. അലഹബാദ് പ്രസംഗം മുഹമ്മദ് ഇക്ബാൽ. അലഹബാദ് പ്രസംഗം നടത്തിയത് മുഹമ്മദ് ഇക്ബാലാണ്. കോഴഞ്ചേരി പ്രസംഗം സി കേശവൻ. കോഴഞ്ചേരി പ്രസംഗം നടത്തിയത് സി കേശവനാണ്. മുതുകുളം പ്രസംഗം മന്നത്ത് പത്മനാഭൻ.
മുതുകുളം പ്രസംഗം നടത്തിയത് മന്നത്ത് പത്മനാഭനാണ്. ഒരിക്കൽ കൂടി നോക്കാം. ചിക്കാഗോ പ്രസംഗം സ്വാമി വിവേകാനന്ദൻ. ഗെറ്റിസ്ബർഗ് പ്രസംഗം എബ്രഹാം ലിങ്കൻ. എനിക്ക് ഒരു സ്വപ്നമുണ്ട് മാർട്ടിൻ ലൂതർ കിങ്. കാറ്റിലിൻ പ്രസംഗം സിസേറോ. നിണവും ഇരുമ്പും എന്ന പ്രസംഗം ബിസ്മാർക്ക്. അലഹബാദ് പ്രസംഗം മുഹമ്മദ് ഇക്ബാൽ. കോഴഞ്ചേരി പ്രസംഗം സി കേശവൻ. മുതുകുളം പ്രസംഗം മന്നത്ത് പത്മനാഭൻ.